ഇന്ന് ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്ങടി എന്ന സ്ഥലത്ത് ചെക്ക് പോസ്റ്റിനടുത്തായി വളരെ വിശാലമായി കാണുന്ന തലയെടുപ്പോടി കൂടി നിൽക്കുന്ന ഗ്രാനൈറ്റ് ബസാർ എന്ന സ്ഥാപനത്തിലാണ്. 3 സുഹൃത്തുക്കളാണ് ഇതിൻ്റെ സാരഥികൾ. നമുക്കവരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. ഹുസൈൻ, അഷ്റഫ്, മറ്റത് മജീദ് അല്ല, ഒരാൾ കൂടി എത്താനുണ്ട്. ഓക്കെ, എത്ര വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? 3 വർഷമായി. 3 വർഷം കഴിഞ്ഞു. ഈ മാർബിൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ്. മറ്റുള്ളവരിൽ നിന്നും എന്ത് വ്യത്യസ്തതയാണ് നമ്മുടെ ഈ ഗ്രാനൈറ്റ് ബസാറിനുള്ളത്? ക്വാളിറ്റി സാധനങ്ങൾ. ഇപ്പം ഞാൻ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്, വില കുറവ്, മാന്യമായ വിലയിലാണ് കൊടുക്കുന്നത്. മറ്റ് ഒരുപാട് അവരെ സന്തോഷമാണ് ഞങ്ങളൊരു എന്താ പറയുക, ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് കൂടുതലും ഉള്ളത് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ്. നമ്മളെ ഈ നാട്ടുകാർ തന്നെ വീണ്ടും വീണ്ടും അവരുടെ ബന്ധത്തിലും അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലും കൂടിയിട്ട് വീണ്ടും വീണ്ടും വരുന്നത്. പരസ്യമായിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. മൗത്ത് പബ്ലിസിറ്റി തന്നെ ഒരാൾ വന്ന് അവരെ ബാക്കിലൂടെ തന്നെ അവരെ അയൽവക്കക്കാർ, അവരെ കുടുംബക്കാർ, അവരുടെ റെഫർ ചെയ്തിട്ട് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ, അങ്ങനെ ഉള്ള കസ്റ്റമറാണ് ഞങ്ങൾക്ക്. അപ്പോൾ അടുത്തിട്ടുള്ള കുറച്ച് ദൂരം തന്നെ പോകുന്നുണ്ട്, ലോങ്ങിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഈ 3 വർഷമായി തുടങ്ങിയിട്ടെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ കോവിഡിൻ്റെ കോവിഡിൻ്റെ സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ബിസിനസ്സൊക്കെ ക്ലോസ് ചെയ്തിട്ട് സ്വന്തം തടി രക്ഷപ്പെടുത്തുന്ന സമയമാണ്. ആ സമയത്ത് ഇത്രയും വിശാലമായ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എന്തായിരുന്നു നിങ്ങളുടെ കോൺഫിഡൻസ്? ഞങ്ങൾ പിന്നെ അതിന് 1.5 വർഷം മുമ്പ് തന്നെ ഒരു പ്ലാനിങ് ചെയ്തിരുന്നു. അങ്ങനെ ഞാനൊരു 1 വർഷം എനിക്കൊരു വേറെ റെസ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. റെസ്റ്റൊക്കെ കഴിഞ്ഞ് തുടങ്ങാം എന്നൊരു പ്ലാനിങ്ങിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് കൊറോണ തുടങ്ങുന്നത്. നമ്മളെല്ലാവരും വീട്ടിലായി. അപ്പോൾ കൊറോണ ഒന്ന് അടങ്ങുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും ഷോപ്പിലൊന്ന് ഇരിക്കാം എന്ന് പറയും. ഇവിടെ ഒന്നും ഇല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഒരു കസ്റ്റമർ എന്നെ കോൾ ചെയ്യുന്നു, നിങ്ങൾ എവിടെയാണ്? ഞാൻ മുമ്പുള്ളൊരു ഷോപ്പ്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഷോപ്പിൽ ഞാൻ 20 വർഷം ഉണ്ടായിരുന്നു, UK ട്രേഡേഴ്സിൽ. ഞാനവിടെ ഷോപ്പിൽ ഇല്ലായിരുന്നപ്പോൾ നിങ്ങളൊന്ന് കാണണം പറഞ്ഞു. വന്നോളൂ, ഇവിടെ ഉണ്ട് പറഞ്ഞു. ഞാൻ ഇതെല്ലാം ഗ്രാനൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടു, ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ നമുക്കൊരു ടോക്കൺ അഡ്വാൻസ് ആദ്യമായി തന്നു. ഇതിന് ഇന്ന് ഉദ്ഘാടനം നടത്താൻ പറ്റിയില്ല, കാരണം ഈ കൊറോണ ആയതുകൊണ്ട്. സമയത്തും അങ്ങനെ ആയിട്ട് പോയി. ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തെക്കാളും കൂടുതൽ സമയം ഒന്നിച്ച് ചെലവഴിക്കുന്നത് പാർട്ട്നേഴ്സിന്റെ കൂടെയാണ്. അപ്പൊ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ഐക്യമായിരിക്കും ഇതിൻ്റെ എല്ലാം ഈ വിജയത്തിന്റെ എല്ലാം പിന്നിലുള്ള. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഈ ബന്ധം? ഞങ്ങൾ 8 ഓക്കെ. അതൊരു നല്ല മനുഷ്യനാണ്, ഒരു സ്നേഹത്തോടെ ഞങ്ങളോടൊക്കെ പെരുമാറുന്ന നല്ല മനുഷ്യനാണ്. അത് ആ മനുഷ്യൻ തന്നെയാണ് ഞങ്ങളെല്ലാം പ്രചോദനം. ഹുസൈൻ ഭായി ഒരുപാട് കാലം ഗൾഫിലായിരുന്നു അല്ലേ? ഗൾഫിൽ എവിടെയായിരുന്നു? സൗദി റിയാദിലായിരുന്നു. റിയാദിൽ എന്തായിരുന്നു? അവിടെ ഒരു കമ്പനിലല്ലേ? ഞാനും ഒരു പ്രവാസിയായിരുന്നു. ഈ ഏത് പ്രവാസിനെ ചിന്ത എപ്പോഴും നാട്ടിലൊരു ബിസിനസ് തുടങ്ങണം, നാട്ടിൽ സെറ്റിൽ ചെയ്യണം. അത് ഏതൊരു പ്രവാസിയുടെയും ഒരു സ്വപ്നമാണ്. അപ്പം അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു. അത് നിങ്ങളുടെ ഒരു അംബിഷൻ ആയിരുന്നു. എങ്ങനെയാണത്? ഈ പറഞ്ഞ മാതിരി ഓരോ വിരുത്തിനും ഇത് അവസാനത്തെ പോക്കാണ്, ഇനി പോകാൻ പാടില്ല എന്നിട്ട് ഒരു പ്രവാസി എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. അപ്പോൾ അവസാനം ഇപ്പോൾ സൗദിവൽക്കരണം കൂടി വന്നില്ലേ, അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയന്മാരും കൂടി ഉണ്ട് ഒന്നിച്ച്. അപ്പോൾ അവരും പറഞ്ഞ് നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തോ, അവർ UAE-ലാണുള്ളത്. അപ്പോൾ അഷ്റഫായി വിളിക്കുന്നത്, അപ്പോൾ എൻ്റെ കസിനാണ് മജീദ്. അപ്പോൾ ഇവരൊന്നിച്ചില്ല, അപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ, പക്ഷെ അത് നമുക്ക് തുടങ്ങാം. അങ്ങനെ അവരാ പ്രചോദനം കൊണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നാട്ടിൽ വരാനും പറ്റി, തുടങ്ങാനും പറ്റി. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നൽകുന്ന ഒരു ഇൻസ്പിറേഷൻ അത് വളരെ വലുതാണ്. എത്രത്തോളം താങ്കളുടെ മാതാപിതാക്കൾ ഈ താങ്കളുടെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ട്? നമ്മൾ സ്വാധീനിച്ച വ്യക്തികൾ അവർ തന്നെ, മാതാപിതാക്കൾ. ഉപ്പ ഇപ്പം എല്ലാം മരിച്ചു 15 കൊല്ലമായി. ഉമ്മ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ തുടങ്ങുന്ന സമയത്ത് ഇതുണ്ടായിരുന്നു, വന്നു എന്തെങ്കിലും ചെയ്തു, ആ ഒരു പ്രചോദനം ഉണ്ടല്ലോ, അവരുടെ ദ്വായം കൂടി ഉണ്ട്.
മാഷാ അല്ലാ. അതിലാണ് അൽഹംദുലില്ലാ ഇത് ഇന്ന് തുടക്കം ഇന്ന് കുറിച്ചത്. ഇന്ന് ഈ നിലയിലുള്ള ഇന്ന് ഈ നിലയിൽ എത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ കുടുംബം. ഇംഗ്ലീഷിൽ പറയുമ്പോൾക്ക് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൻ എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ കുടുംബം, നമ്മളുടെ ബിസിനസ്, അതോടൊപ്പം തന്നെ പ്രവാസം, അതും വളരെ വലിയൊരു കാര്യമാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ ഉയർച്ച, താഴ്ച, പ്രശ്നങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ കുടുംബം നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. എത്രത്തോളം താങ്കൾക്ക് ആ കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നുണ്ട്? കുടുംബത്തിൻ്റെ പിന്തുണ നല്ല പിന്തുണയാണ്. പിന്തുണ തുടക്കം പറഞ്ഞ് ഉമ്മ എന്ന് പറയുമ്പോൾ തുടക്കം തന്നെ ഉമ്മയാണ്. അതെ. അവിടെ നിന്നുള്ള പിന്തുണ. പിന്നെ ഭാര്യ, പിന്നെ കുട്ടികളെ ഇത് അൽഹംദുലില്ലാ നല്ല നിലയിൽ അവരാ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ അവരെ പിന്തുണ, അവരുടെ പ്രാർത്ഥന ഉണ്ട്. ഭാര്യയുടെ പേര്? ഭാര്യ ഖദീജ. ഖദീജ. മക്കള്? അടുത്തത് അസ്മ ഹഫീസാണ്, കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. രണ്ടാമത്തത് ആയിഷ ഉദ, പഠിക്കുന്നുണ്ട്, 10ലാണ്. അത് അന ഫാത്തിമ, 4ാം ക്ലാസ്. മുഹമ്മദ് ആഷിം, 3.5 വയസ്സായിട്ട്. അതേപോലെ അഷ്റഫ് ഭായിൻ്റെ ഫാമിലി? തീർച്ചയായും എൻ്റെ ജീവിതം നിലനിൽക്കുന്നത് തന്നെ ഉമ്മയിലൂടെയാണ്. കാരണം 4 വർഷം 5 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ഇപ്പോൾ ഓഗസ്റ്റ് 28-ന് എൻ്റെ ഒരു പുതിയ ജന്മദിനം കൂടിയാണ്. എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയ ഒരു ദിവസമായിരുന്നു ഓഗസ്റ്റ് 28-ന് 4 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ എനിക്ക് ഉമ്മയാണ് കിഡ്നി തന്നത്. തീർച്ചയായും ഉമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ വൈഫ്, മക്കള്, അവരൊക്കെ പ്രാർത്ഥനയും പിന്തുണയാണ് ഇതിൻ്റെ പിന്നിൽ നമ്മൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം. ഭാര്യയുടെ പേര്? ഫൗസിയ. ഫൗസിയ. മക്കള്? ആദ്യ മകന് ആസിം അബ്ദുള്ള, +1. രണ്ടാമത് ജാഫർ സസിൻ, 10ാം ക്ലാസ്. റാസി അബൂബക്കർ, 3rd. അവസാനത്തെ പെൺകുട്ടിയാണ് സാറ ആയിഷ, LKG ആണ്. നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ പലപ്പോഴും പലയിടത്തും ഈ പാർട്ട്ണർഷിപ്പ് 1-2 വർഷം കഴിയുമ്പോൾക്ക് പല പ്രശ്നങ്ങളും ആയി പോകുന്നു. നിങ്ങൾ എങ്ങനെ ഈ ഇത്രയും ബോണ്ടായിട്ട് പോകുന്നുണ്ട്? അതിൻ്റെ സീക്രട്ട് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയും, ആദ്യം പാർട്ട്നേഴ്സ് ചർച്ച ചെയ്യും, ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു ഇത് എടുക്കില്ല. 3 പേരും ഒന്നിച്ച് തീരുമാനം എടുക്കും. നമ്മുടെ മറ്റൊരു പാർട്ട്ണർ കൂടിയായ മജീദ് ഭായ് കൂടി എത്തിയിട്ടുണ്ട്. പിന്നെ മജീദ് ഭായ്, ബിസിനസ്സിനെ കുറിച്ചും ഇവിടുത്തെ നിങ്ങൾ തുടങ്ങിയ സാഹചര്യത്തെക്കുറിച്ചും അതൊക്കെ ഇവർ രണ്ടുപേരും വളരെ വിശദമായിട്ട് പറഞ്ഞു. മജീദ് ഭായ് കസ്റ്റമറിൻ്റെ കൂടെ ബിസി ആയിരുന്നല്ലേ? അല്ല, ഈ ഇപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾക്ക് നിങ്ങൾ തന്നെ കസ്റ്റമറിനെ കൂടി ഹാൻഡിൽ ചെയ്യുന്ന അത് വളരെ വലിയൊരു സംഭവമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവരെക്കാളും നമ്മൾ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കും. അല്ല, അങ്ങനെയില്ലേ? നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്റ്റാഫ് ഹാൻഡിൽ ചെയ്യുന്നതും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്, എക്സാക്ട്ലി എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത്? ഇത് നമ്മൾ കാസർഗോഡ് എന്ന് വരുമ്പോൾ ഉപ്പള കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് വരും ഉപ്പള ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ. അതും ഹൊസങ്കടിയുടെ നടുവിലായിട്ടാണ്. പഴയ ചെക്ക് പോസ്റ്റിന്റെ തൊട്ട് അടുത്തായിട്ട് വരുന്നുള്ളത്. അതായത് റോഡ് സൈഡ് തന്നെ വളരെ വിശാലമായിട്ട് തലയെടുപ്പോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഗ്രാനൈറ്റ് ബസാർ എന്നുള്ള സ്ഥാപനം. ഓക്കെ. 3 പേരോടായിട്ട് എന്താണ് നെക്സ്റ്റ് പ്ലാൻ? ഒന്നും ചെയ്തിട്ടില്ല. ഈ ബിസിനസ്സിനെ നന്നായിട്ട് അങ്ങനെയല്ല, ഒരു എക്സ്പാൻഷൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട്? മനസ്സിലുണ്ട്. മാർബിൾ രംഗത്ത് വിപുലമായി ഒന്ന് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു പ്രയാണത്തിന്റെ ഒരു പ്ലാനിങ് ഇതൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഏതായാലും നമ്മുടെ 3 പേരുടെ പിന്നെ ഒരു ഹാർഡ് വർക്കും ആ ഒരു ബോണ്ടിങ്ങുമാണ് നമ്മുടെ സക്സസിന് കാരണം. മജീദ് ഭായ്, പിന്നെ ഫാമിലി എങ്ങനെ? വൈഫ്, മക്കൾ, 3 കുട്ടികൾ. വൈഫിന്റെ പേര്? കുട്ടികൾ? 2 ആൺകുട്ടികൾ, ഒരു പെണ്ണ്. മുഹമ്മദ് ആദിൽ, മുഹമ്മദ് ഇർഫാൻ, നുഹ സൈനബ്.
നുഹാസ് സൈനബ്. 3 മക്കളല്ലേ? 3 മക്കൾ. അപ്പം നമ്മൾ പിന്നെ നിങ്ങളുടെ ബിസിനസ് കൊറോണ സമയത്താണ് ഇവർ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. കൊറോണ സമയത്ത് ആൾക്കാരൊക്കെ ബിസിനസ് പൂട്ടിപ്പോകുന്ന സമയത്താണ് നിങ്ങൾ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അത് ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് നിങ്ങളുടെ ആ കോൺഫിഡൻസ്, കാരണം നാളെ ലോകം ഉണ്ടാവുമെന്ന് പോലും അറിയാത്തൊരു സമയത്ത് ഇങ്ങനെ ഒരു മുതൽ മുടക്കാനുള്ള ഒരു കോൺഫിഡൻസ്, അത് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ഏതായാലും ഇത്രയും തിരക്കിൻ്റെ സമയത്ത് നിങ്ങളെ പരിചയപ്പെടാനും നമ്മുടെ ദർശന ചാനലിന് സമയം അനുവദിച്ചതിലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെയും ദർശന ചാനലിൻ്റെയും നന്ദി നിങ്ങളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രാനൈറ്റ് ബസാർ എന്ന ഈ സ്ഥാപനം പുതുതായി ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ യങ് ജനറേഷനും ഒരു പാഠപുസ്തകം തന്നെയാണ്. കാരണം 3 സുഹൃത്തുക്കൾ, അവരുടെ ആ ഒരു ബോണ്ടിങ്ങും ആത്മാർത്ഥതയും ഹാർഡ് വർക്കും അത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയവും. അത്തരത്തിൽ വിജയിച്ച ഈ 3 വ്യവസായികളെ അഭിനന്ദിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.